ഇന്ന് വഴുതനങ്ങ വറവാന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം പാൻ ചൂടായതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കാനിടുക. സാധാ സിമ്പിൾ വഴുതനങ്ങ വറവാണ് കേട്ടോ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. കടുക് പൊട്ടിക്കാനിട്ടിട്ടുണ്ട്, പൊട്ടട്ടെ. ഞാനിവിടെ വഴുതിനിയാലയിൽ അങ്ങനെ തന്നെ പറയലല്ലേ, വഴുതനങ്ങ വഴുതനങ്ങയായിട്ടാണ് എടുത്തത്. അത് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്താ ഇടുക? ഉണക്കമുളക്, കൊത്തുമുളക് പറയും, അതിട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാവേ വേണ്ട, അപ്പോഴത്തേക്ക് അത് കരിയും. അതുകൊണ്ട് വേഗം ഒന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം അതിലേക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ച സവോള എടുത്തിട്ട് വഴറ്റുക. സവോള എടുത്ത് വഴറ്റിയതിന് ശേഷം കുറച്ച് പൊടികളിടുക. അധികം പൊടിയൊന്നുമില്ല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചുകൂടി കൊത്തുമുളക് ഇട്ടുണ്ട് കേട്ടോ, എരിവിന് വേണ്ടിയിട്ട്. നല്ല എരിവൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം ചൂടാവട്ടെ, നല്ലോണം ചൂടാവണം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത്ര ഇൻഗ്രീഡിയൻസ് ഇല്ല, ഇന്ന് ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഈ വഴുതനങ്ങ വറവിന്. പക്ഷെ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് അത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റും. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സ്ക്വയറായിട്ട് മുറിച്ചിട്ട് വെച്ച് വഴുതനങ്ങ എടുത്തിട്ടിട്ടുണ്ട്. അതിന് നല്ലോണം മിക്സ് ചെയ്യണേ. കുറച്ച് ഉപ്പ് ഇടുക, നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇടുക. നമ്മളെ കണക്കായ ഉപ്പ് എടുത്തിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കയ്യിലിനെ കൊണ്ട്. നല്ലോണം മിക്സ് ചെയ്യട്ടെ. ഇനി പണിയൊന്നുമില്ല കേട്ടോ, ഇനി ജസ്റ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കുക വേണ്ടു, വേറെ പണിയൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വഴുതനങ്ങ അത്യാവശ്യം വേവാനാവശ്യം. ഞാനിവിടെ കുറച്ചൊരു ഗ്രേവിയും കൂടി വേണമെന്ന് വെച്ചിട്ട് ഇത്ര പോരെ വെള്ളം ഒഴിച്ചിന്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കണ്ട, ജസ്റ്റ് വേവാനില്ല വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കുക. തീ ഞാൻ കൂട്ടിയിട്ടുണ്ട്, കാര്യം വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. ഇനി അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് വേവട്ടെ. ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ കുറച്ചൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി കുറച്ചുകൂടി വേവിച്ച് വെച്ചാൽ മതി. എന്നാലേ നമ്മളെ വഴുതനങ്ങ ഉപ്പേരി അല്ലെങ്കിൽ വറവ് ആയിട്ടുണ്ട്. ഇനി വേറെ കറിയൊന്നും വേണ്ട. അതിൻ്റെ എരിവും എല്ലാ സാധനവും ഉണ്ട്, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു.